ഇവിടെ നിരവധി ആളുകൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകൾ ബി.ജെ.പിയിൽ അംഗത്വം എടുത്തല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യം ഇനിയും തുടരാനുള്ള സാധ്യതയുണ്ടോ? തുടരും. ഇനി അധികം ആളുകൾ അംഗത്വം എടുക്കും. ഇനി ഒരു പഞ്ചായത്ത് തൊട്ടാണ് അടുത്ത് വന്നത്. ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിപ്പിച്ച് വിടും. ആദ്യപടി തന്നെ അത് തുടങ്ങും. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ വലിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഈ ഒരു വിഷയം? ഉണ്ട്. അല്ലേ, പഴയ ആൾക്കാരാണ് ഇത്. ബി.ജെ.പിക്കാർ എന്തോ വല്ലാത്തൊരു സാധനമാണെന്ന് വിചാരിക്കണം. അവർ സ്നേഹമുള്ളവരാണ്, നന്ദിയുള്ളവരാണ്, അവർ നീതി നടപ്പാക്കണവരാണ്. അപ്പോൾ അവരെ അനുഭവിച്ചും രുചിച്ചും അറിയാഞ്ഞിട്ടാണ് അങ്ങനെ പറയാൻ. നമസ്കാരം. കിരൺ റിജുവിനെ കണ്ടല്ലോ. കണ്ട് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? നല്ല പ്രതീക്ഷയുണ്ട്. വാക്ക് പാലിക്കുന്നവരാണല്ല, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചില്ലേ. ഇനിയും ഞങ്ങൾ കാത്തിരുന്നാലും സാരമില്ല, വാക്ക് പാലിക്കും എന്നുള്ള ഉറപ്പുണ്ട്. മോദിയിൽ വിശ്വാസമുണ്ട്. അപ്പൊ ഇവിടെ കുറെ കള്ളപ്രചാരണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതിങ്ങനെ നടക്കുമല്ലോ, രാഷ്ട്രീയ പാർട്ടികളുടെ കളിയല്ലേ അത് നടക്കും. അത് ഇനിയും നടക്കും. അപ്പൊ അതുകൊണ്ടൊന്നും മുനമ്പം ജനത ഈ 610 കുടുംബങ്ങളും ചഞ്ചലപ്പെടാൻ പോണില്ല. അതങ്ങനെ നടക്കും. ഈ ബില്ല് പാസ്സാക്കിയതിൽ മുനമ്പം ജനതയ്ക്ക് ഒരു ഗുണമില്ല എന്നാണ് UDF-ഉം LDF ഇങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവര് പറഞ്ഞോട്ടെ, ഞങ്ങൾ പറയണില്ലല്ല. ഞങ്ങൾക്ക് ആ വക്കപ്പെന്ന വാള് ഞങ്ങളുടെ സ്ഥലക്ക് മുകളിൽ നിന്ന് താഴെയായല്ല. ഇനി സാരമില്ല, ഞങ്ങൾക്ക് എവിടെ പോയാലും കോടതിക്ക് പോയാലും ഞങ്ങൾക്ക് വിജയമാണ്. ഇല്ലെങ്കിൽ കോടതിയിൽ പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമല്ലേ ആയിരുന്നത്. അപ്പം അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വന്നില്ലേ. അപ്പം ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വിധി പാസ്സാക്കിയതിന് നന്ദിയുണ്ട്. ഇവർ തന്നെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്നുള്ള ഉറപ്പുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ നിരവധി ആളുകൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകൾ ബി.ജെ.പിയിൽ അംഗത്വം എടുത്തല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യം ഇനിയും തുടരാനുള്ള സാധ്യതയുണ്ടോ? തുടരും. ഇനി അധികം ആളുകൾ അംഗത്വം എടുക്കും. ഇനി ഒരു പഞ്ചായത്ത് തൊട്ടാണ് അടുത്ത് വന്നത്. ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിപ്പിച്ച് വിടും. ആദ്യപടി തന്നെ അത് തുടങ്ങും. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ വലിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഈ ഒരു വിഷയം? ഉണ്ട്. അല്ലേ, പഴയ ആൾക്കാരാണ് ഇത്. ബി.ജെ.പിക്കാർ എന്തോ വല്ലാത്തൊരു സാധനമാണെന്ന് വിചാരിക്കണം. അവർ സ്നേഹമുള്ളവരാണ്, നന്ദിയുള്ളവരാണ്, അവർ നീതി നടപ്പാക്കണവരാണ്. അപ്പോൾ അവരെ അനുഭവിച്ചും രുചിച്ചും അറിയാഞ്ഞിട്ടാണ് അങ്ങനെ ഈ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണോ? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയായിരുന്നു. CPM ആയിരുന്നോ? CPM ആയിരുന്നു. അമ്മ പാർട്ടി വിട്ട് ബി.ജെ.പിയിൽ അംഗത്വം എടുത്തു? അംഗത്വം എടുത്തിട്ടില്ല, പാർട്ടി വിട്ടു. ഇപ്പോൾ ഇനി ബി.ജെ.പിക്കൊപ്പമാണോ? വിജയ്ക്ക് പോകണം. ആദ്യമായിട്ടാണോ താമര ചിഹ്നത്തിന് വോട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്? ആദ്യമായിട്ടാണ്. അത് ഈ മുനമ്പം വിഷയം കാരണമാണോ? അതെ, ഞങ്ങളുടെ വിഷയം കാരണമാണ്. ഞങ്ങളെ സഹായിക്കാൻ അവരുണ്ടായില്ലല്ലോ. സഹായിച്ചിരുന്നെങ്കിൽ ഈ രണ്ടു കൂട്ടരും അകന്നു മാറിയത് കൊണ്ടല്ലേ അവർ കടന്നു വന്നത്. നല്ല ശമരിയക്കാരനെ പോലെ അവർ കടന്നു വന്ന് ഞങ്ങളുടെ സങ്കടങ്ങൾക്കൊപ്പം നിന്ന് ഇതേവരെയും ബില്ലും പാസ്സാക്കി, അത് നിയമമാക്കി. ഇനി കോടതിയിലുള്ള കാര്യങ്ങൾ നിയമം വഴി തന്നെ ശരിയാവും. ഈ വി.ഡി. സതീശനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? പിണറായി വിജയനോടും ഈ വി.ഡി. സതീശനോടും പറയാനുള്ളത്, ഇത്രയും നന്ദി കെട്ടവരായി പോകരുതെന്നാണ് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജയിപ്പിച്ചഴച്ച ഒരു കൂട്ടരി, ഈ വി.ഡി. സതീശനായാലും മുഖ്യമന്ത്രി ആയാലും, മുഖ്യമന്ത്രി കേരളത്തിൻ്റെ കുടുംബത്തലവനാണ്. എന്നിട്ട് ഞങ്ങളെ കണ്ടില്ലെന്ന് വെച്ചത് ഏറ്റവും ഹീനമായ ഒരു പ്രവൃത്തിയാണ്. അതാണ് പറയാനുള്ളത്. നമസ്കാരം. കേന്ദ്രമന്ത്രി കിരൺ റിജുവിന്റെ പ്രസംഗം എല്ലാം കേട്ടല്ലോ. എന്താണ് തോന്നുന്നത്? മുനമ്പംകാർക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ ഒരു വിഷയത്തിൽ? അല്ല, ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ തന്നെ ഇത് അവസാനിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സമരം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തുടങ്ങി നമ്മുടെ സുരേഷ് ഗോപി സാറാണ് ഈ സമരത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ മീഡിയക്കാരെ വരെയും കൊണ്ടുവന്നത് സുരേഷ് സാറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വരെയും ഈ ഭൂമിയിൽ ഒരു ഏഷ്യാനെറ്റോ മറ്റുള്ള ഏത് ചാനൽ, ആകെ ജനം TV മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ ചാനലും സുരേഷ് സാർ പിന്നെ വന്ന ചാനലുകളാണ്. അതേപോലെ തന്നെ ചാനലുകാർ അന്ന് പറഞ്ഞിരുന്ന മുഴുവൻ കള്ളത്തരമാണെന്ന് ഒറ്റ ഇതുകൊണ്ട് ഇപ്പം നമുക്ക് ഈ വകുപ്പിനെ കൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റി. അതേപോലെ തന്നെ ഈ പ്രശ്നം ഇത് മൈനോറിറ്റി മോർട്ടയുടെ ഇപ്പം കിരൺ റിജിജു സാർ വന്നതുകൊണ്ട് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് ഇവരെ റവന്യൂ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കിരൺ റിജു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതിനെ വരും മണിക്കൂറുകൾ ഇവിടുത്തെ ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും ഏത് തരത്തിലായിരിക്കും ഇതിനെ പ്രതിരോധിക്കാനുള്ള സാധ്യത എങ്ങനെയാണ്?
അല്ല, അവര് ഓൾറെഡി ഇപ്പോൾ ഇങ്ങനെ തന്നെ സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയം മാത്രം നോക്കി സംസാരിക്കുന്ന ആൾക്കാരാണ്. കാരണം അവർക്ക് ഇതിനകത്തുനിന്ന് വോട്ടിംഗ് ബാങ്ക് മാത്രമേ ഇവർ നോക്കുന്നുള്ളൂ. കാരണം LDF ആയാലും UDF ആയാലും. കാരണം ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്, പള്ളിപ്പുറം പഞ്ചായത്തിലെ ഒരു മെമ്പറാണ്, BJPയുടെ മെമ്പറാണ് ഞാനിത് ഈ സമരം തുടങ്ങി ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ തുടങ്ങി ഞാനിവിടെ ഉണ്ട്. പാർലമെൻ്ററി ഈ വിഷയം അവതരിക്കുന്ന സമയത്ത് ഞാനിവിടെ ഇല്ല, നാട്ടിലില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ ക്ലിപ്സ് എല്ലാം കറക്റ്റായിട്ട് കാണുമായിരുന്ന ആളായിരുന്നതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടായിരുന്നു. അപ്പം ഇതിനകത്ത് പറഞ്ഞിരുന്നത് പല രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ വന്ന് ഇവരോട് ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ നേരത്തെ തന്നെ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു. ഹൈബീഡൻ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് സംസാരിച്ച് ഇതിൽ നിന്ന് പിന്മാറിയേ പറ്റൂ, ഇത് ഇവരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള രീതിയിൽ വരെ സംസാരിച്ചിട്ടുണ്ട്. അത് വളരെയധികം ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു. പക്ഷെ അത് മൂടി വെച്ചതിൻ്റെ പേരിലാണ് നമുക്ക് ഇത്രയും കഷ്ടപ്പാട് ചെയ്യേണ്ടി വന്നത്. പക്ഷേ അതിപ്പോൾ മറന്നേക്ക് പുറത്തു വന്നതുകൊണ്ട് തന്നെ ഇനി ഇവർക്ക് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് അവരുടെ റവന്യൂ അവകാശങ്ങൾ കൂടി കിട്ടും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമസ്കാരം. ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ കേട്ടല്ലോ. ഇനിയിപ്പോൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെയും പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള UDFൻ്റെയും അഭിപ്രായങ്ങൾ നിങ്ങൾ ഇനി ഏതെങ്കിലും തരത്തിൽ മുകളിൽ കൊടുക്കും? ഇല്ലല്ല, ഒരു 3 വർഷമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം നമ്മൾ തള്ളിക്കളഞ്ഞിട്ടല്ല നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അവർ മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ. ഇനി അവരെല്ലാം നമുക്ക് കംപ്ലീറ്റ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെയാണ്. അപ്പോൾ ഈ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട സമയത്ത് ഇത്രയും കാലം ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും? അവർ നേരെ തുടങ്ങി തന്നെ ഇത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ഡയലോഗ് വെച്ചത് 1965 നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, 2025 നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തത് കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ മോനമ്പൻ ജനതയ്ക്ക് ഉണ്ട്. ഇപ്പോൾ ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിലൊരു മതപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണമൊക്കെ ഈ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ CPM നിരന്തരമായിട്ട് നടത്തിയിരുന്നു. ആ ഒരു സംഭവത്തെ ഇവിടുത്തെ ജനങ്ങൾ ഇനി ഏത് തരത്തിലായിരിക്കും കാണുക? ഇല്ല, അവർ തികച്ചും മതപരമായ രീതിയിലാണ് അവർ നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇവിടുത്തെ ഹിന്ദുക്കളെ മാത്രം രക്ഷിച്ചാൽ പോരെ? ഇത്രയും 400 ജില്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് ഇത് രക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ തികച്ചും മതേതരമായ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ട് പള്ളിമുറ്റത്ത് ഇതുപോലൊരു പരിപാടി BJPയുടെ ഒരു നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്നത് ഉണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയൊരു മാറ്റം, BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇനി നമ്മളെ ഈ വിശ്വസിച്ചിരുന്ന വെച്ചാൽ പാർട്ടികൾ നമ്മളെ ഇപ്പം ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 3 വർഷക്കാലമായിട്ട്. അവരിൽ നമുക്ക് ആശ്രയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തികച്ചും ആയിട്ട് BJP ഞങ്ങൾ കൊണ്ടു കഴിഞ്ഞു. ഇപ്പം ഇനി അവരെ ഈ നമ്മുടെ അവസാനത്തെ രക്ഷ ഇനി BJP മാത്രമേ ഉള്ളൂ. അവർ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ അവരെ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനോടും പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനോടും ഈ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? ഇനിയും കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഞങ്ങളുടെ ഇടയിലേക്ക് വരാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് ഞങ്ങൾ ഇവരോട് പറയാനുള്ളത്. കാരണം കുത്തിത്തിരിപ്പുകൊണ്ട് ഇനി വലിയ കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക.